മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കുറുപ്പംപടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആരോഗ്യരംഗത്ത് അരങ്ങേറുന്നത് കെടുകാര്യസ്ഥതയും അനാസ്ഥയും എന്ന് ആക്ഷേപം. പ്രതിഷേധ പരിപാടിയിൽ നിരവധി പേർ പങ്കാളിയായി. ആരോഗ്യരംഗത്ത് അരങ്ങേറുന്നത് അനാസ്ഥയും കെടുകാര്യസ്ഥതയും മാത്രമാണെന്നും മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്നും ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുറുപ്പംപടിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് പാവപ്പെട്ട വീട്ടമ്മ മരിക്കാനിടയായ സാഹചര്യത്തിൽ വീട്ടമ്മ മരിച്ചതല്ല കൊന്നതാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുറുപ്പംപടി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ പ്രകടനം പൂങ്ങാലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് നടത്തുന്ന പ്രതിഷേധ പ്രകടനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് APCCയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്കും താലൂക്ക് ആശുപത്രികളിലേക്കും ഇന്ന് പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. കുറുപ്പംപടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുറുപ്പംപടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വേങ്ങൂർ തൂങ്ങാലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് നടത്തിയ പ്രതിഷേധ പരിപാടികൾ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മന്ത്രിമാർ ഇന്ന് ഈ സംസ്ഥാനത്തിന് ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാർ തങ്ങളുടെ ഉത്തരവാദിത്വം മറന്നുപോകുന്നു. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദാരുണമായ സംഭവങ്ങൾ. അവിടെ ഒരു പഴയ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ട കെട്ടിടമാണ്, പൊളിച്ചു മാറ്റിയിട്ടില്ല. പുതിയൊരു കെട്ടിടം പണിതിട്ടിട്ടുണ്ട്. മന്ത്രിയെ കിട്ടാതെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അവിടെ രോഗികളായി വരുന്ന ആളുകൾക്ക് ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ് എന്ന് നമ്മളെല്ലാവരും പറയുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. അവിടെ ഉണ്ടായ സംഭവം എന്താ? കെട്ടിടം പൊളിഞ്ഞു വീഴുന്നു. ഒരു പെൺകുട്ടി അവിടെ നിലവിളിച്ചുകൊണ്ട് പറയുക, എന്റെ അമ്മ അവിടെ കുളിക്കുവാൻ വേണ്ടി ആ ബ്ലോക്കിൽ പോയിട്ടുണ്ട്. എന്റെ അമ്മ ഫോൺ എടുക്കുന്നില്ല, എന്റെ അമ്മയെ കാണാനില്ല. 10 മണിക്ക് ഒരു കുട്ടി വിളിച്ചു പറഞ്ഞിട്ട് 12 മണിയായിട്ട് പോലും അത് അന്വേഷിക്കുവാനോ ആ കെട്ടിടം മാറ്റി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാനോ ബന്ധപ്പെട്ട മന്ത്രിമാർ തയ്യാറായില്ല. വാസവൻ വന്നു, മന്ത്രി വീണ ജോർജ് വന്നു. അവർ പറഞ്ഞു, ആരും പേടിക്കണ്ട, അവിടെ ആരുമില്ല, ആരെയും കേട്ടില്ല. അവിടെ അത് പൊളിക്കാതെ കെട്ടിടമാണ്, ആർക്കും ഒരു കാഷ്വാലിറ്റി ഇല്ല. അവസാനം ചാണ്ടി ഉമ്മൻ MLA ഓടി ആ മെഡിക്കൽ കോളേജിലെത്തി. ചാണ്ടി ഉമ്മൻ പറഞ്ഞു, അവിടെ വെള്ളമുണ്ടാക്കിയപ്പോഴാണ്, പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് ഒരു JCB എങ്കിലും കൊണ്ടുവന്ന് അവിടുത്തെ അവശിഷ്ടങ്ങൾ മാറ്റിയത്. മരണത്തോട് മല്ലടിക്കുന്ന ബിന്ദു എന്ന് പറയുന്ന സഹോദരി ഒടുവിൽ അതിന്റെ അവശിഷ്ടങ്ങൾ കയ്യിൽ കിട്ടി ചോരയിൽ ഒലിച്ചു കിടക്കുന്നു. കുറുപ്പംപടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയി പൂണേലിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ O ദേവസി, KP വർഗീസ്, റോയ് പുതുശ്ശേരി, NM സലീം, ബേസിൽ പോൾ, റിജു കുര്യൻ, മാത്യു ജോസ് തരകൻ, PP എൽദോസ്, PK ജമാൽ, സന്തോഷ് കുമാർ, PP ഔറാച്ചൻ, ജോഷി തോമസ്, റെജി ഇട്ടൂപ്പ്, കുര്യൻ പോൾ, എൽദോ ചെറിയാൻ, MU റോയ്, KV എൽദോ, ശിവരാജൻ, AT അജിത് കുമാർ, KP മാത്തുക്കുട്ടി, KV ജയ്സൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന വ്യാപകമായി 280 കേന്ദ്രങ്ങളിൽ KPCCയുടെ ആഹ്വാനപ്രകാരം നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ മുന്നിൽ ഇന്ന് ധർണാ സമരവും മാർച്ചും നടക്കുകയാണ്. സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ എരുമ്പി ജനപങ്കാളിത്തം കൊണ്ട് വലിയ ഒരു പ്രതിഷേധമാണ് ഇവിടെ വേങ്ങൂർ PHCയിൽ നടന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒത്ത സർക്കാർ ഉയരാതെ ജനങ്ങളുടെ നിത്യേന അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആണ് ഇന്ന് ഈ പ്രതിഷേധത്തിൽ എരുമ്പിയത്. കാരണം സാധാരണ ആശുപത്രികളിൽ ചെന്നാൽ അവിടെ മരുന്നുകൾ വളരെ കുറവാണ് ഇന്ന് പല ആശുപത്രികളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജുകളെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെ പഞ്ഞിയും കത്രിയും മറ്റേന്തെങ്കിലും ചികിത്സയ്ക്കുള്ള ഉപകരണങ്ങളുമായി ചെല്ലേണ്ട ഒരു അവസ്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹാരിസ് എന്ന ഡോക്ടർ ഈ ലോകത്തോട് ഒരു ഇടതുപക്ഷ ചിന്താധികാരൻ ജനങ്ങളെ ബോധവൽക്കരിക്കുകയുണ്ടായി. അത്രമാത്രം നമ്മുടെ ആരോഗ്യ മേഖല തകർന്നിരിക്കുന്നു. ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അതുവലിയ പ്രതീക്ഷയോടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് ഇവിടെ നടന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.